കഴിഞ്ഞ ഒരു മാസമായി ബ്രിട്ടനിൽ കലാപങ്ങളും അക്രമ സംഭവങ്ങളുമടക്കം അശാന്തി നിർഭരമായ അന്തരീക്ഷമാണ് സംജാതമായിരിക്കുന്നത്. ആക്രമിക്കുന്നത് വെള്ളക്കാരും ആക്രമിക്കപ്പെടുന്നത് ഇസ്ലാമിസ്റ്റുകളുമായതിനാൽ ലോകമാകെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ഉയർത്തുന്നത് കടുത്ത ഇരവാദവും ന്യൂനപക്ഷ അക്രമവാദവുമൊക്കെയാണ്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ അഭയാർത്ഥികളായി എത്തിയവർ സായിപ്പിന്റെ ലിബറൽ കാഴ്ചപ്പാടുകളുടെ ദൗർബല്യത്തിൽ പിടിച്ചു തൂങ്ങി ഇവിടെ കുടിപ്പാർപ്പ് ഉറപ്പിക്കുകയും കാലാന്തരത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെ അട്ടിമറിക്കുന്ന തലത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോഴാണ് വെള്ളക്കാർ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയത്. അത് കേവലം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റം എന്നതിനപ്പുറത്ത് അശ്രദ്ധ കൊണ്ട് ശിഥിലമായി പോയ തങ്ങളുടെ അസ്തിത്വത്തെ തിരികെ പിടിക്കാനും കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകാതിരിക്കുവാനുമുള്ള ബ്രിട്ടീഷുകാരന്റെ അറ്റകൈ പ്രയോഗം മാത്രമാണ്. ബ്രിട്ടീഷ് പൗരന്മാർ പട്ടിണിയെടുക്കുമ്പോൾ കുടിയേറ്റക്കാരായി വന്ന അഫ്ഗാൻ പാക് വംശജരും ഇതര രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇസ്ലാമിസ്റ്റുകളും 3 നേരവും മൂക്കുമുട്ട തിന്നും മതിച്ചും കുടിച്ചും കൂത്താടിയും തദ്ദേശീയരെ മറികടന്നുകൊണ്ട് ആനുകൂല്യം കൈയാളുന്നതിലുള്ള അമർഷമാണ് വാസ്തവത്തിൽ എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരെയും ഇപ്പോൾ ഭരിക്കുന്നത്. ഇസ്ലാമിസ്റ്റുകളുടെ മാപ്പർഹിക്കാനാകാത്ത മെക്കിട്ടുകയറ്റങ്ങൾക്കപ്പുറത്ത് കാലങ്ങളായി ബ്രിട്ടീഷുകാർ അടക്കിപ്പിടിച്ച സഹനങ്ങളുടെ ഒടുവിലത്തെ പൊട്ടിത്തെറിയായാണ് ഈ ദിവസങ്ങളിൽ കാണുന്ന കലാപത്തെ കാണുന്നത്. നിലവിലെ ബ്രിട്ടനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസൺ വ്യക്തമാക്കിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കുടിയേറ്റക്കാരായ ഇസ്ലാമിസ്റ്റുകൾക്ക് തത്വദീക്ഷകളില്ലാത്ത ആനുകൂല്യങ്ങളാണ് സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൗജന്യമായി വീടും 3 നേരവും ഭക്ഷണവും പണവും അടക്കമുള്ളത് കൈയാളിയിട്ടാണ് അവർ രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ബ്രിട്ടീഷ് പൗരന്മാരിൽ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ശേഷിയില്ലാതെ പ്രായമുള്ളവർ ക്ലേശിക്കുമ്പോൾ സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചും എല്ലാ കാര്യത്തിലും മുൻഗണനകൾ അനുഭവിച്ചും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണവർ. ഒരു ഹോട്ടലിൽ ചെന്നാൽ അവിടെയും പാക് പുരുഷന്മാർ തമ്പടിച്ച് സൗജന്യമായി ഫോൺ കണക്ഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ സ്വന്തമാക്കി എല്ലാ ആഴ്ചയിലും പണവും വാങ്ങി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള കുടുംബങ്ങളെ കൂടെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നാണ് ഇവർ ആസൂത്രിതമായ അജണ്ടകൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ പാർപ്പിടത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും കാര്യത്തിൽ തദ്ദേശീയരേക്കാൾ മുൻഗണന നൽകുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ആണെന്നാണ് ബ്രിട്ടീഷുകാർ പരാതിപ്പെടുന്നത്. ഇത്തരത്തിൽ വ്യാപകമായി നടക്കുന്ന കുടിയേറ്റങ്ങൾ നിമിത്തം ബ്രിട്ടീഷുകാരുടെ സംസ്കാരവും വ്യക്തിത്വവും നഷ്ടപ്പെട്ട് അവർ അന്യവൽക്കരിക്കപ്പെടുകയും ന്യൂനപക്ഷമാവുകയും ജനിച്ചു വളർന്ന പട്ടണങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സംജാതമാകുന്നുവെന്ന ഭീതിയാണ് ഇപ്പോഴെങ്കിലും പ്രതിഷേധിക്കാൻ ബ്രിട്ടീഷ് ജനതയെ പ്രേരിപ്പിച്ചത്. തങ്ങളുടെ ഒരു കുട്ടിയെ പ്രാദേശിക സ്കൂളിൽ എത്തിക്കാനോ പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥിക്ക് മെച്ചപ്പെട്ട ജോലി നേടിയെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധികളാണ് ബ്രിട്ടീഷുകാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വംശീയവാദിയായി മുദ്രകുത്തപ്പെടുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാലാണ് പലരും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. യൂറോപ്പിന്റെ ജനസംഖ്യാശാസ്ത്രം മാറ്റാനുള്ള ബോധപൂർവമായ പദ്ധതിയാണ് ഇതിലൂടെ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നതെന്ന് യുണൈറ്റഡ് നേഷൻസ് രേഖയെ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് റോബിൻസൺ ആരോപിക്കുകയാണ്. ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് എന്ന ആശയം ആസൂത്രിതമായി അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആനുകൂല്യങ്ങളും പിന്തുണയും നൽകി ധാരാളം കുടിയേറ്റക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ UK-യിൽ നടക്കുന്നതെന്നും ഈ രാജ്യത്തിന് സ്വന്തമായുള്ള 1000 വർഷത്തെ ബ്രിട്ടീഷ് ചരിത്രത്തെ അട്ടിമറിച്ച് 2-3 തലമുറകൾക്കുള്ളിൽ പാകിസ്ഥാനിയും അഫ്ഗാനിയും സൊമാലിയക്കാരനും ചേർന്ന് തങ്ങളുടെ രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ഒരു അധിനിവേശ സൈന്യം ഈ രാജ്യത്തേക്ക് വന്ന് ബ്രിട്ടനെയും തങ്ങളുടെ പെൺമക്കളെയും കൊള്ളയടിക്കുകയാണെന്നും ബ്രിട്ടീഷുകാർ തറപ്പിച്ചു പറയുകയാണ്. UK-യിലെ 90% ബലാത്സംഗ കേസുകളിലും വെറും 2.5% മാത്രമുള്ള മുസ്ലിം പുരുഷ കുടിയേറ്റക്കാരാണ് പ്രതികളെന്ന് ടോമി റോബിൻസൺ ആരോപിക്കുന്നു. നയപരമായി ഇത് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ പോലും പരാജയപ്പെടുകയാണെന്നാണ് തദ്ദേശീയരും ആരോപിക്കുന്നത്. ഇത്തരക്കാരുടെ പദ്ധതിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ കയ്യിൽ 177 പേജുകളുള്ള രേഖയുണ്ടെന്നും ജോലി ചെയ്യാതെ ആനുകൂല്യങ്ങൾ പറ്റി രാജ്യത്തിന് നികുതി പോലും നൽകാതെ ജീവിക്കുന്നവരെക്കുറിച്ച് അതിൽ വ്യക്തമായ പരാമർശമുണ്ടെന്നും ലണ്ടനിൽ നിന്ന് 30 മൈൽ അകലെ താൻ ജനിച്ച പട്ടണത്തിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ടായിരുന്നെന്നും എന്നാൽ ആ പട്ടണത്തിൽ ഇപ്പോൾ 50% പാകിസ്ഥാനി മുസ്ലിമുകളാണ് എന്നും റോബിൻസൺ പറയുന്നു. അതിനാൽ ഇപ്പോൾ അവിടെ നിന്ന് ക്രൈസ്തവ സംസ്കാരത്തെ തുടച്ചുമാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അവർ ബ്രിട്ടന്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നശിപ്പിക്കുന്ന സാഹചര്യത്തിന് എതിരായാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ടോമി റോബിൻസനെ പോലെയുള്ളവർ കഴിഞ്ഞ 15 വർഷമായി വിളിച്ചു പറയുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഇതുവരെ ആരും തയ്യാറായിരുന്നില്ല. അതേക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പലരും അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത്രയ്ക്ക് ആശ്ചര്യകരമായ ബ്രിട്ടനിൽ നടന്ന കാര്യങ്ങൾക്കെതിരെയുള്ള ബ്രിട്ടീഷുകാരന്റെ തിരിച്ചറിവുകളാണ് ഇപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പുതിയ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.